ഹലോ എവരി വൺ, ഇറ്റ്സ് മീ ചന്ദ്രു ആൻഡ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്ലാസ് 9 ഹിന്ദിയുടെ ഓണം എക്സാമുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ടോപ്പിക്സ് ആണ്. അതായത് നാളെ ഇപ്പം ഓണം എക്സാമാണ്, ഹിന്ദി എക്സാമാണ്, ക്ലാസ് 9 അതുപോലെ തന്നെ ക്ലാസ് 8ൻ്റെ. ഇപ്പം നമ്മൾ ക്ലാസ് 9 ഹിന്ദിയിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്ന ഒരു വീഡിയോ ആണിത്. ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് ആദ്യത്തെ 2 മൊഡ്യൂളാണ് ഓണം എക്സാമിന് വേണ്ടി പഠിക്കേണ്ടത്. ഓക്കെ, അതിൽ ഒന്നാമത്തെ യൂണിറ്റ് എടുക്കുകയാണെങ്കിൽ ജിയൻ ജീവർ എന്ന് പറയുന്ന യൂണിറ്റിൽ 3 പാഠം നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് ചട്ട്പട്ട് ഓർ നട്ട്ഖട്ട് എന്ന് പറയുന്ന കഹാനി, എഴുതിയത് രമേശ് ഉപാധ്യായ്. രണ്ടാമത്തേത് ബഹുത് ദിനോ കെ ബാത് എന്ന് പറയുന്ന കവിത, നാഗാർജുൻ. പിന്നെ ബൂഡി കാക്കി എന്ന് പറയുന്ന ശസ്തി, ബൂഡി കാക്കി പ്രേംചന്ദ് की कहानी पर बनी गुलजार की फिल्म पर आधारित. അതായത് പ്രേംചന്ദ് എഴുതിയ സ്റ്റോറിയാണ് ബൂഡി കാക്കി. അത് പിന്നീട് ഫിലിമായി. ആ ഫിലിമിനെ കുറിച്ചുള്ള ശസ്തിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമ്മൾ രണ്ടാമത്തെ യൂണിറ്റിലേക്ക് പോവുകയാണെങ്കിൽ ഹരിയാലി കി ഛാവ് പർ, അതിൽ 2 പാഠങ്ങളാണുള്ളത്. ആദ്യത്തേത് ഹർ എന്ന് പറയുന്ന കഹാനി, റൈറ്റർ പ്രഭാതാണ്. രണ്ടാമത്തേത് ഫൂൽ എന്ന് പറയുന്ന കവിത, റൈറ്റർ രാംദരസ് മിശ്ര. ഓക്കെ, അപ്പോൾ ഇത്രയും പാഠങ്ങളാണ് നമുക്ക് മെയിനായിട്ട് ഓണം എക്സാമിന് വേണ്ടി പഠിക്കാനുള്ളത്. ഓക്കെ, പക്ഷെ നമ്മൾ പാഠങ്ങൾ മുന്നോട്ട് പഠിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ എടുക്കുകയാണെങ്കിൽ കബീറിൻ്റെ ഒരു ദോഹയോട് കൂടിയാണ് നമ്മുടെ ആ ഒരു യൂണിറ്റ് തുടങ്ങുന്നത്. അതിനുശേഷം വരുന്നതാണ് കഹാനി, ചട്ട്പട്ട് ഓർ നട്ട്ഖട്ട് എന്ന് പറയുന്ന രമേശ് ഉപാധ്യായ് എഴുതിയ സ്റ്റോറിയാണ് ആദ്യം നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതിനകത്തെ മെയിൻ തീം എന്ന് പറയുന്നത് ഭായിയോं के बीच का പ്രേം, അതായത് 2 സഹോദരന്മാർ തമ്മിലുള്ള സ്നേഹം, അതാണ് നമുക്കിതിനകത്ത് കാണുന്നത്. പിന്നെ പരിവാർ, അതും ഇതിനകത്തെ ഒരു മുഖ്യ വിഷയമാണ്. അപ്പോൾ ചട്ട്പട്ട് ഓർ നട്ട്ഖട്ട് കഹാനിയാണ്. അതിനകത്ത് മെയിൻ ക്യാരക്ടേഴ്സായിട്ട് വരും ചട്ട്പട്ട്, നട്ട്ഖട്ട്. ചട്ട്പട്ട് എന്ന് പറയുന്ന ആൾ മൂത്തയാളാണ്, നട്ട്ഖട്ടാണ് ചെറിയ ആൾ. ഓക്കെ, ചട്ട്പട്ട് 5ാം ക്ലാസ്സിലും നട്ട്ഖട്ട് 3ാം ക്ലാസ്സിലുമാണ് പഠിക്കുന്നത്. നമ്മൾ ഹിന്ദിയിൽ പറയുകയാണെങ്കിൽ ചട്ട്പട്ട് 5वीं में और नटखट 3री में पढ़ता है. ओके, പിന്നെ എന്താണ്, വേ ഗാവ് മേ രഹത്തെ ഹൈ और उसके स्कूल दूसरे गाँव में था. അതായത് അവർ ഗ്രാമത്തിലാണ് താമസിക്കുന്നത്, എന്നാൽ സ്കൂൾ മറ്റൊരു ഗ്രാമത്തിലായിരുന്നു. വഹാൻ തക് ഉന്നെ പൈദൽ ഹി ജാനാ പഡ്താ था. അപ്പോൾ എന്താണ്, അങ്ങോട്ട് അവർ പോയിക്കൊണ്ടിരുന്നത് കാൽനടയായിട്ടാണ്. അപ്പോൾ രാസ്തേ में उन्हें कई चीज़ें मिलती थी, പോഖർ, ബർഗദ്, ഖേത്, ബാഗ്, നാല, നദി, അങ്ങനെ കുറേ കാര്യങ്ങൾ അവർ വഴിയിൽ വെച്ച് കാണുന്നുണ്ട്. അതിനെക്കുറിച്ച് നമ്മളിത് കണ്ടു. പിന്നെ ചട്ട്പട്ട് തേസ് തേസ് ചൽത്താ ഥാ ഓർ നട്ട്ഖട്ട് ധീരെ ധീരെ. ചട്ട്പട്ട് എന്താണ്, വളരെ ഫാസ്റ്റായിട്ടാണ് നടക്കുന്നത്. നട്ട്ഖട്ട് ധീരെ ധീരെ, പതിയെ പതിയെ, അതായത് എല്ലാ കാഴ്ചകളൊക്കെ കണ്ട് വളരെ പതിയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ചട്ട്പട്ട് എന്താണ്, മാസെ ശിക്കായത് ബി കർത്താ ഹെ. നട്ട്ഖട്ടിനെ കുറിച്ച് അമ്മയുടെ അടുത്ത് കംപ്ലൈൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അമ്മ പറയുന്നത് എന്താണ്, ഓർ ബഡേക്കോത്ത് ചോട്ടേക്കാ ധ്യാൻ രഖ്നാ ഹി പഡ്താ ഹെ. നീല ബോക്സിനകത്ത് ക്വസ്റ്റ്യൻ ഉണ്ട്, എന്താണ്, മുതിർന്നവരുടെ ഉത്തരവാദിത്തമാണ് ഇളയ ആളുകളെ ശ്രദ്ധിക്കുക എന്നുള്ളത്. ഓക്കെ, അതൊരു ക്വസ്റ്റ്യനായിട്ട് തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം പിന്നെ ഒരു സംഭവം എന്ന് പറയുന്നത് നട്ട്ഖട്ട് കി ഷരാരത്ത്, അതായത് നട്ട്ഖട്ട് കുച്ച് യാദാ ഹി നട്ട്ഖട്ട് ഹെ, ഐസാ ക്യോं കഹാ ഗയാ ഹെ. അപ്പം അവൻ കുസൃതിയാണെന്ന് പറയാനുള്ള കാരണം എന്താണ്, കുറച്ച് പോയിന്റ്സ് പറയാം. രാസ്ത ചലത്തെ രുക്കർ പോഖർ കെ അന്തർ കി മച്ഛലിയാം ഓർ ബത്ഖേം ദേഖ്നെ ലഗ്താ ഹെ. എന്താണ്, ഈ പോഖർ അല്ലെങ്കിൽ ആ ചെറിയ കുളത്തിലുള്ള മീനുകൾ, താറാവിനെയൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് സ്കൂളിൽ പോകുന്ന സമയത്ത്. പിന്നെ ബർഗദ് കി ജഡേം പകഡ്കർ ജൂലിനെ ലഗ്താ ഹെ. അപ്പോൾ ആ മരത്തിൻ്റെ ചില്ലകളിലൂടെ ഊഞ്ഞാലാടുന്നു. ഖേത് മേ ഘുസ്കർ ഖാനെ കി കോയി ചീസ് ഹോജനെ ലഗ്താ ഹെ. അപ്പോൾ ഒരു കൃഷിസ്ഥലം കാണുവാണെങ്കിൽ അവിടെ കയറിയിട്ട് കഴിക്കാനുള്ള എന്തെങ്കിലും അന്വേഷിച്ച് നടക്കുന്നു. ആം യാ അമരൂദ് തോടിനെ ലഗ്താ ഹെ. എന്നാണ്, ഒരു തോട്ടത്തിലൂടെ പോകുമ്പം ആം അല്ലെങ്കിൽ മാങ്ങ അല്ലെങ്കിൽ പേരയ്ക്ക പറിക്കുന്നു. ഓക്കെ, നാലേക്ക് ഇധർ സെ ഉധർ ചലാങ് ലഗാക്കർ പാർ കർത്തെ ഹെ. അപ്പോൾ എന്താണ്, ചാടിക്കടക്കുന്നു ചെറിയ അരുവികളൊക്കെ. നദിക്ക് പുൽക്കോ ജൽദി സെ പാർ കർണേക്ക് ബജായ നദിക്കോ നിഹാറിനെ ലഗ്താ ഹെ. അപ്പോൾ എന്താണ്, നദി അതിൻ്റെ മുകളിൽ പാലത്തിലൂടെ പെട്ടെന്ന് പോകുന്നതിന് പകരം എന്താ ചെയ്യുന്നത്, അവൻ അതിൻ്റെ മുകളിൽ കയറിയുന്ന കാഴ്ചകളൊക്കെ കണ്ട് നദിയൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. ഓക്കെ, അതൊക്കെയാണ്, അതുകൊണ്ടൊക്കെയാണ് അവൻ കുസൃതി എന്ന് പറയുന്നത്. പിന്നെ നടന്ന ഒരു സംഭവമാണ്, ഒരു ദിവസം അവർ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുന്ന സമയമാണ്.
स्कूल से लौट रहे थे और कागज़ की नावें निकाली। नटखट ने कागज़ की नावें निकाली और एक एक करके बहते पानी में छोड़ दिया. അപ്പം നട്ട്ഖട്ട് കടലാസ് വെള്ളത്തിൽ നദിയിലെ വെള്ളത്തിൽ ഇട്ടു. ഓക്കെ, അപ്പോൾ അവിടെ വെച്ച് എന്താണ് ചട്ട്പട്ട് നട്ട്ഖട്ടിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അവൻ തിരിഞ്ഞപ്പോൾ പാവ് ഫിസൽക്കർ നദിക്ക് പാനിമേ ഗിര. കാല് തിന്നുക എന്ന് പറയുമ്പോൾ പാവ് ഫിസൽന എന്നാണ് പറയുന്നത്. പിന്നെ നദിക്ക് പാനിമേ ഗിർപട. ഓക്കെ, അങ്ങനെ കാല് തന്നെ അവൻ നദിയിൽ വീഴുന്നു. രക്ഷിച്ചതാരാണ്? ചട്ട്പട്ട്. ചട്ട്പട്ട് ഉസെ ബച്ചാത്താ ഹെ ക്യൂങ്കി ചട്ട്പട്ട് കോ തൈർന ആത്താ ഹെ. അതുകൊണ്ട് ചട്ട്പട്ട് അവനെ രക്ഷിച്ച് കൊണ്ടുവരുന്നു. അപ്പോൾ പിന്നെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ ഡ്രസ്സ് നനഞ്ഞിരിക്കുമായിരുന്നു. ഒരു ഡ്രസ്സ് അല്ലെങ്കിൽ കപ്പടെ സുഖാനേക്ക് ദോനും ദോഡ് ലഗാത്തെ ഹെ. ഓക്കെ, അതായത് കപ്പടെ സുഖാനേക്ക് ദോനും ഫായോനെ കുബായിക്കുക എന്ന് വെച്ചാൽ എന്താണ്, അവർ വെള്ളത്തിൽ വീണപ്പോൾ അവരുടെ ഡ്രസ്സ് മുഴുവൻ നനഞ്ഞു പോയി. അപ്പോൾ അത് ഉണക്കാൻ വേണ്ടി അവർ സ്വീകരിച്ച ഒരു മാർഗ്ഗമാണ് ദോഡ് ലഗാന, ഓടാൻ തീരുമാനിച്ചു. അങ്ങനെ അവർ ഡ്രസ്സ് ഉണക്കുന്നു. ഓക്കെ, അതിനിടയ്ക്ക് പിന്നെ നടന്ന കാര്യം എന്ന് പറയുന്നത് നട്ട്ഖട്ട് ചട്ട്പട്ടിനെ കാഗസ് കി നാവ് ബനാന സിക്കാനേക്ക വാദാക്കി. അതായത് ചട്ട്പട്ടിന് എന്താണ് കടലാസ് കൊണ്ട് വെള്ളം ഉണ്ടാക്കാൻ അറിയില്ല. അപ്പോൾ നട്ട്ഖട്ട് അത് പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നട്ട്ഖട്ടിന് നീന്താൻ അറിയില്ല. അപ്പോൾ ചട്ട്പട്ട് നീന്താൻ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. ഇത്രയാണ് ഇതിനകത്തെ ജസ്റ്റ് നമ്മൾ പെട്ടെന്ന് നോക്കുകയാണെങ്കിലുള്ള പോയിൻറ്റ്സ്. നമ്മൾ വീഡിയോ ചെയ്തതാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാവുന്നതാണ്. ഓക്കെ, സമ്മറി ആയിട്ടുള്ളത് ഇത് മെയിനായിട്ട് ക്വസ്റ്റ്യൻസൊക്കെ ആയിട്ട് വരുന്ന ഒരു റിവിഷൻ പോലെ പറയുന്നതേ ഉള്ളൂ. അടുത്തതെന്ന് പറയുന്നത് ഇതിൽ നിന്ന് വരാവുന്ന ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് നമ്മൾ പറയുന്നത് കോൺവെർസേഷൻ. ഒരുപക്ഷെ അമ്മയും ചട്ട്പട്ടും തമ്മിലുള്ള കോൺവെർസേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നട്ട്ഖട്ട് ഓർ മാ കെ ബീച്ച് കാ ബാത്ചീത്ത്, അതല്ലെങ്കിൽ ചട്ട്പട്ട് ഓർ നട്ട്ഖട്ട് കെ ബീച്ച് കാ ബാത്ചീത്ത്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് വാർത്താലാപം എഴുതാൻ ഉള്ള ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യതയുണ്ട് ഇവിടെ. ഓക്കെ, ഇനി നമ്മൾ ഈ കോളത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അവർ ഇതിലേതും മാച്ച് ദ ഫോളോയിങ് പോലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ നട്ട്ഖട്ടിന് എന്താണ് കാഗസ് കി നാവ് ബനാന ആത്താ ഹെ. ആർക്കാണ്? നട്ട്ഖട്ടിനറിയാം. അപ്പോൾ നട്ട്ഖട്ട് കോ കാഗസ് കി നാവ് ബനാന ആത്താ ഹെ. നദിമേ തൈർന ആത്താ ഹെ. ആർക്കാണ്? ചട്ട്പട്ടിന് നദിമേ തൈർന ആത്താ ഹെ. ബാഗ് സെ ആം തോड़ता है. അതാരാണ്? നട്ട്ഖട്ടാണ്. മാ സെ ശിക്കായത്ത് करता है. ആര്? ചട്ട്പട്ട്. बरगद की जड़ें पकड़कर झूला झूलता है. അതാരാണ്? നട്ട്ഖട്ട്. ചോटे का हाथ पकड़कर दौड़ाता है. ആര്? ചട്ട്പട്ട്. ഓക്കെ, അങ്ങനെയുള്ളതാണ്. പിന്നെ ഇതിനകത്തൊരു സംഭവമാണ് ശബ്ദ് ജോഡെ, അതായത് സാത്ത് സാത്ത് അങ്ങനെയുള്ള പ്രയോഗങ്ങൾ വരുന്ന സെൻറ്റൻസുകൾ സെലക്ട് ചെയ്യാൻ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഓക്കെ, പിന്നെ സഹീബ് പ്രസ്താവ് ചുനി. അപ്പോൾ ഇങ്ങനെ സെൻറ്റൻസ് തന്നിട്ട് അതിൽ കറക്റ്റ് ആയിട്ടുള്ള ഐഡൻറ്റിഫൈ ചെയ്യാൻ, അപ്പോൾ അത് നമ്മുടെ പാഠത്തിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും. അപ്പോൾ ആ രീതിയിൽ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് വരാം. പിന്നെ അനുഭവ് ബാണ്ടിന, അതായത് ചട്ട്പട്ടും നട്ട്പട്ടും എന്താണ് ഓരോരുത്തരെയും ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കാമെന്ന് ഏറ്റു. അതായത് ചട്ട്പട്ട് എന്താണ് നട്ട്ഖട്ടിനെ നീന്താൻ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. അതുപോലെ നട്ട്ഖട്ട് കാഗസ് കി നാവ് ബനാന, അല്ലെങ്കിൽ കടലാസിൻ്റെ വെള്ളം ഉണ്ടാക്കാൻ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ എഴുതാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പിന്നെ പോസ്റ്റർ തയ്യാർ കരണം, അതായത് ചട്ട്പട്ടിനെ ജാൻ ബച്ചായി കിസ്ക നട്ട്ഖട്ട് ക. ചട്ട്പട്ട് എന്താണ് നട്ട്ഖട്ടിനെ രക്ഷിച്ചു. അപ്പം അതിന് ചട്ട്പട്ടിനെ അനുമോദിക്കുന്ന ഒരു ഫംഗ്ഷൻ സ്കൂളിൽ നടക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി ഒരു പോസ്റ്റർ തയ്യാറാക്കാനുള്ള ക്വസ്റ്റ്യൻ ഒരുപക്ഷെ ചോദിക്കാം, ടെക്സ്റ്റിൽ വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ അർത്ഥ പേദ് സമജന. ഓക്കെ, ലഗാത്താ ഹെ, ലഗാ രഹാ ഹെ, അങ്ങനെയുള്ള സെൻറ്റൻസുകൾ, അതിനെക്കുറിച്ച് അർത്ഥഭേദ് അതും ചോദിക്കാറുണ്ട്. ഓക്കെ, അത് പ്രസൻറ്റ് ടെൻസിൽ വരുന്ന സെൻറ്റൻസുകളെ കുറിച്ചൊക്കെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഓക്കെ, എന്താണ് നദിയാം ബഹത്തി ഹെ എന്ന് പറയുമ്പോൾ നദി ഒഴുകുന്നു, നദിയാം ബഹരഹി ഹെ എന്ന് പറയുമ്പോൾ നദിയാം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാനുള്ള വരാം. പിന്നെ കോൺവെർസേഷൻ ഉണ്ട്, അത് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ അടുത്ത പാഠത്തിലേക്ക് പോവുകയാണെങ്കിൽ ബഹുത് ദിനോ കെ ബാദ് എന്ന് പറയുന്ന നാഗാർജുൻ്റെ കവിതയാണ്. അപ്പോൾ ഈ കവിതയിൽ മെയിനായിട്ട് कवि बहुत दिनों के बाद अपने गांव में लौट आते हैं तो उन्हें
वहाँ कई चीज़ें देखने के लिए मिलते हैं, देखने सुनने के लिए मिलते हैं. तो उसके आधार पर ही है ये कविത. അപ്പം അതിനെക്കുറിച്ചാണ് ഈ കവിതയിൽ പറഞ്ഞിട്ടുള്ളത്. ओके. तो 5 इंद्रियों के द्वारा उन्होंने क्या क्या महसूस किया है उसको इस कविता में चित्र किया गया है. അപ്പോൾ നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അദ്ദേഹം എന്താണ് എക്സ്പീരിയൻസ് ചെയ്തതിനെക്കുറിച്ചാണ് ഈ കവിത. ഫസ്റ്റ് പാരഗ്രാഫിൽ നോക്കുകയാണെങ്കിൽ ആങ്ക്, അതിന് കണ്ണുകൊണ്ട് എന്താണ് അദ്ദേഹം എക്സ്പീരിയൻസ് ചെയ്തത്. പക്കി സുനഹലി ഫസലോं की മുസ്കാൻ. ഓക്കെ. രണ്ടാമത്തേത് കാൻ അല്ലെങ്കിൽ സുന്ന. ധാൻ കൂർത്തി കിശോരിയോं की കോകിൽക്കണ്ടി താൻ. ഒരു മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ഒരു പക്ഷേ ചോദിക്കാം. അടുത്തതാണ് നാക്ക് അല്ലെങ്കിൽ സൂങ്ന. മൗൽ സരീക്കെ ഢേർ ഢേർ സെ താസെ ടട്കെ ഫൂൽ. അടുത്തതാണ് ചൂന അല്ലെങ്കിൽ ത്വജ. ഗവൈ പകടണ്ടിക്ക് ചന്ദൻ വർണ്ണി ധൂൾ. ഓക്കെ. നെക്സ്റ്റ് ആണ് ഖാന അല്ലെങ്കിൽ ജീവ്. താലം ഖാന ഖായ അല്ലെങ്കിൽ ഗന്നെ ചൂസെ ജീഭർ. ഓക്കെ, അതും കൊടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ഫൈനലിനകത്ത് ഒരു കൺക്ലൂഷൻ പോലെയുള്ള ഒരു പാരഗ്രാഫ്, ഒരു സ്റ്റാൻസ കൂടിയാണത്. അപ്പോൾ ഇത്രയാണ് ഈ കവിതയിൽ, അതായത് 5 പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അദ്ദേഹം എന്താണ് എക്സ്പീരിയൻസ് ചെയ്തത് അത് മനസ്സിലാക്കി വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ചെറിയ സമ്മറിയൊക്കെ ആണെങ്കിലും എഴുതാൻ പറ്റും. ഓക്കെ. പിന്നെ ജീബർ शब्द का प्रयोग एक विशेषता के रूप में किया गया है. പിന്നെ സമാനാശയവാദി പങ്ക്തിയ. ഇപ്പോൾ കവിതയിൽ നിന്ന് സെലക്ട് ചെയ്ത് എഴുതാൻ ഒരുപക്ഷെ ചോദിക്കാം, അല്ലെങ്കിൽ ഈ കവിത തരാം, അല്ലെങ്കിൽ ഇതുപോലെയുള്ള മറ്റൊരു കവിത എന്നിട്ട് ഒരുപക്ഷെ നിങ്ങളുടെ അടുത്ത് ചോദിക്കാം. അങ്ങനെ അതുപോലെ തന്നെ വിശേഷൻ ശബ്ദ എഴുതാൻ പറയാം. ഇതൊക്കെയാണ് ഈ പാഠത്തിൽ നിന്ന് മെയിനായിട്ട് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ കവിത എന്ന് പറയുമ്പോൾ എന്താണ്, ഇതേ മോഡലിലുള്ള കവിത തന്നിട്ട് ചിലപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ആൻസർ എഴുതാൻ വരാം, അല്ലെങ്കിൽ ഒരു സ്റ്റോറിയുടെ പാർട്ട് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് ആണ് ബൂഡി കാക്കി. ബൂഡി കാക്കി എന്ന് പറയുന്നത് ഒരു ശസ്തിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ബൂഡി കാക്കി എന്ന ഫിലിമിനെ കുറിച്ചുള്ള ഒരു ശസ്തി. ये शस्ती बूढ़ी काकी फिल्म के बारे में है. बूढ़ी काकी कहानी है, उसका रचयिता है प्रेमचंद. उसको बाद में फिल्म बनाया गया और उसके निर्देशक है गुलजार. ഓക്കെ. അതിനുശേഷം ആ ഫിലിമിനെ വെച്ചുകൊണ്ട് എഴുതിയ ശസ്തിയാണത്. അപ്പോൾ ഇതിനകത്ത് എങ്ങനെ ഒരു ശസ്തി എഴുതാം, അല്ലെങ്കിൽ ഒരു ശസ്തി എഴുതാൻ ഒരുപക്ഷെ നിങ്ങളുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ എന്തൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ബൂഡി കാക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു ബുഡാപ്പേക്ക് സമസ്യയാണ്. ഓക്കെ. എന്താണ്, സാരി संपत्ति जायदाद संपत्ति भतीजा लेते हैं और उसके बाद बूढ़ी काकी पर ध्यान नहीं देते, समय पर खाना तक नहीं देते. അങ്ങനെയൊക്കെ പറഞ്ഞ് പോയിൻറ്റ്സ് ഇതിനകത്തുണ്ട്. നമ്മൾ പാഠം ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് ബൂഡി കാക്കി കഹാനി का मुख्य समस्या അതെന്താണ്, വൃദ്ധജനോं की ഉപേക്ഷ करने वाले लोगों के बारे में है. ഓക്കെ. അല്ലെങ്കിൽ ബുഡാപ്പേക്ക് സമസ്യ, അതിനെക്കുറിച്ചൊക്കെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്, മനസ്സിലാക്കി വയ്ക്കുക. അടുത്താണ് ശസ്തി അഥവാ ബ്ലർബ് ക്യാ ഹെ. ശസ്തി അല്ലെങ്കിൽ ബ്ലർബ് എന്താണ് എന്നുള്ളത് എന്ന് വെച്ചാൽ എന്താണ്, കിസി പുസ്തക് സിനിമ കെ പ്രചാർ കെ ലിയെ ലിഖേ ജാനെ വാലെ एक സാരാംശം. അതായത് ഒരു ബുക്കിൻ്റെയോ സിനിമയുടെയോ പബ്ലിസിറ്റിക്ക് വേണ്ടി എഴുതുന്ന ചെറിയൊരു സമ്മറി, അതാണ് ശസ്തി അല്ലെങ്കിൽ ബ്ലർബ്. അപ്പോൾ അത് ഒരു പുസ്തകമാണെങ്കിൽ അതിൻ്റെ പിछले ആവരൺ पर छपा जाता है. അതിൻ്റെ ലാസ്റ്റ് പേജിൽ അല്ലെങ്കിൽ ലാസ്റ്റ് കവർ പേജിലാണ് കൊടുക്കാറുള്ളത്. പിന്നെ ഇതിനകത്ത് രചന और രചനാകാർ से संबंधित बातें होता है. ഫിലിം ഹേ തോ നിർദ്ദേശക, ഫിലിമാണെങ്കിൽ ഡയറക്ടറിനെ കുറിച്ചുണ്ടാകും. പിന്നെ ലോക്പ്രിയ പാത്ര, പിന്നെ ഇതിൻ്റെ മുഖ്യ വിഷയം എന്താണ്. അത്രയും വളരെ ഷോർട്ടായിട്ടുള്ള ഒരു രചനയാണ് ശസ്തി. ഓക്കെ. അപ്പോൾ ഇതിൽ നിന്ന് ഗോദാൻ്റെ ശസ്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു മൻപസന്ദ് കിതാബ് യാ ഫിലിം കി ശസ്തി തയ്യാർ കരെ എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ. പിന്നെ വേറെ കാര്യം മനസ്സിലാക്കിയിരിക്കുക, ബൂഡി കാക്കി കഹാനി കെ രചയിത പ്രേംചന്ദ്, പിന്നെ ഫിലിം കെ നിർദ്ദേശക് ഗുൽസാർ. ഓക്കെ. അതാണ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്. പിന്നെ രണ്ടാമത്തെ യൂണിറ്റിലേക്ക് വരുമ്പോൾ അത് മൊത്തം പ്രകൃതിയെ കുറിച്ചുള്ളതാണ്. പ്രകൃതി സബ്കാ ഘർ ഹെ, അല്ലെങ്കിൽ പ്രകൃതിയിൽ എല്ലാ ജീവികൾക്കും തുല്യ അവകാശമുണ്ട് എന്ന ഒരു തീമാണ് ഈ രണ്ടാമത്തെ യൂണിറ്റിലുള്ള 2 പാഠങ്ങളാണ് ഇതിലുള്ളത്, ഹറും ഫൂലും. അപ്പോൾ ഹർ എന്ന് പറയുന്ന കഹാനി, ആ കഹാനിയിലെ മെയിൻ എഴുതിയത് പ്രഭാതാണ്. അതിലെ മെയിൻ ക്യാരക്ടേഴ്സായിട്ട് വരുന്ന ചിപ്കലി വരുന്നുണ്ട്, ഗിർഗിറ്റ്. അവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷനിലൂടെയാണ് നമ്മുടെ ഈ സ്റ്റോറി തുടങ്ങുന്നത്. അപ്പോൾ എന്താണ്, ചിപ്കലി ഹർ ബദൽ രഹി ഹെ. അപ്പോൾ എന്താണ്, ചിപ്കലി തൻ്റെ വീട് മാറുവാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഫർഹാദ്, ചിപ്കലി ഫർഹാദ് കെ ഹർ മേ रहता था. എന്താണ്, ചിപ്കലി ഫർഹാദിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. ഉन्होंने अपना नया घर बना लिया है. അപ്പോൾ ഫർഹാദ് പുതിയ വീട് പണിതപ്പം ചിപ്കലി അങ്ങോട്ട് മാറുവാണ്.
ഓക്കെ, അപ്പോൾ അവർ തമ്മിലുള്ള ആ ഒരു കോൺവെർസേഷൻ എഴുതാൻ ഒരുപക്ഷെ ചോദിക്കാം. എന്താണ് ചിപ്കലിയും ഗിർഗിറ്റ് കെ ബീച്ച് ഹുയെ വാർത്താലാപ് ലിഖിയെ. അതിനുശേഷം പിന്നെ എന്താണ് ലോഗോं का व्यवहार, അതൊരു ടോപ്പിക്കാണ്. അതായത് ऐसे छोटे छोटे प्राणियों को देखने पर लोगों का व्यवहार कैसा है. അപ്പോൾ എന്താണ് चाड़ू लेकर मारने वाले लोग भी होते हैं. ऐसे प्राणियों के पीछे चाड़ू लेकर जाने वाले लोग होते हैं, लेकिन फरഹാദ് ऐसा बिल्कुल भी नहीं है. അപ്പോൾ എന്താണ് ഇതുപോലെയുള്ള ചെറിയ ജീവികളെ ഉപദ്രവിക്കുന്ന ഒരാളല്ല ഫർഹാദ് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ചിപ്കലി ആ ഒരു വീട്ടിലെത്തുന്നു. അവിടെ വെച്ച് മറ്റ് ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നവരെ കാണുന്നു. അതാരൊക്കെയാണ്? മക്കിയാ ഹെ, മച്ചർ ഹെ, കാലി ചീട്ടി ഹെ, അങ്ങനെ മക്കടി ഹെ, അങ്ങനെ തുടങ്ങിയ ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറയുന്നു. പിന്നെ തത്തയ്യ എന്ന് പറയുന്ന കടന്നൽ, പിന്നെ ചൂഹയെ കുറിച്ച് അവർ പറയുന്നുണ്ട്, ചിടിയ. അപ്പോൾ അത്തരം ജീവികളൊക്കെ ആ ഒരു വീട്ടിൽ വരുന്നുണ്ട്. പിന്നെ ഉള്ളതാണ് ഫർഹാദ്. ഫർഹാദിൻ്റെ ഇൻട്രൊഡക്ഷൻ, ആ ഒരു ക്യാരക്ടറിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പം ഫർഹാദിൻ്റെ ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ ഒരുപക്ഷെ ചോദിക്കുക. അപ്പോൾ ഇതിൽ ഈ 29ാമത്തെ പേജിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുണ്ട്. केवल रात में रहने के लिए यहाँ आते हैं, ज़्यादातर समय सोए रहते हैं, किताब उड़ाकर पढ़ने लग जाते हैं എന്നൊക്കെ പറഞ്ഞ് പോയിൻറ്റ്സ് എഴുതാം. പിന്നെ എന്താണ് वो प्राणियों को मारने वाले बिल्कुल भी नहीं है. എന്താണ് ഇതുപോലെ ചെറിയ ജീവികളെ ഉപദ്രവിക്കുന്ന ഒരാളല്ല ഫർഹാദ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു പോയിൻറ്റ്സാണ്. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുവാണെങ്കിൽ പ്രകൃതി കിൻ കിൻ കാ ഹർ ഹെ. അപ്പോൾ ഇതിനകത്തെ ക്യാരക്ടേഴ്സ് വെച്ചിട്ട് അത് ഫില്ല് ചെയ്യാവുന്നേ ഉള്ളൂ. രണ്ടാമത്തേലേക്ക് നോക്കുകയാണെങ്കിൽ പര്യാവരൺ സെ ഹർ ശീർഷക ക്യാ സംബന്ധ ഹെ. പര്യാവരൺ എന്താണ്? സബ്കാ ഹർ ഹെ. എന്താണ് പ്രകൃതി എന്ന് പറയുന്നത് എല്ലാവരുടെയും വീടാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഹർ എന്ന് പറയുന്ന ശീർഷക അല്ലെങ്കിൽ ടൈറ്റിലിന് എത്രത്തോളം ബന്ധമുണ്ട് പര്യാവരൺ അല്ലെങ്കിൽ പ്രകൃതിയായിട്ട്, പരിസ്ഥിതിയായിട്ട്, അതപ്പോൾ നമുക്ക് ഈ സ്റ്റോറി വെച്ചിട്ട് എഴുതാൻ പറ്റും. പിന്നെ വാക്കിക്കു ആകെ ബടായെ എന്ന് പറഞ്ഞ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, സെൻറ്റൻസ് പിരമിഡ് പോലെ എഴുതാനുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് പിരമിഡ് പോലെ എഴുതാനുള്ളത് ക്വസ്റ്റ്യൻസ് ഒരുപക്ഷെ ചോദിക്കാം. അപ്പോൾ അതും പഠിച്ചിരിക്കുക. പിന്നെ ഉള്ളത് എന്താണ്? ക്രിയാവിശേഷനെ കുറിച്ച് ഇതിനകത്ത് പറയുന്നുണ്ട്. അതായത് ഗിർഗിഡിനെ രംഗ് ബദൽത്തെ ഹുയെ കഹ. അപ്പോൾ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ക്രിയയെ വിശേഷിപ്പിക്കുന്ന വേർഡ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ. ഇപ്പോൾ രംഗ് ബദൽത്തെ ഹുയെ, ആഹിസ്തേ സെ, നസർ ഗുമാക്കർ. ഓക്കെ, അതൊക്കെ ക്രിയാവിശേഷണമായിട്ട് വരുന്നതാണ്. പിന്നെ ഇതിനകത്ത് മെയിൻ ഒരു ടോപ്പിക്കാണ് ഫർഹാദ് കെ ചരിത്ര പർ ടിപ്പണി ലിഖിയെ. ഫർഹാദ് എന്ന ആളുടെ ക്യാരക്ടർ സ്കെച്ച് എഴുതാനായിട്ടുള്ളത്. ഒരു 3 സെൻറ്റൻസ് അതിനകത്ത് കീ പോയിൻറ്റ്സ് ആയിട്ട് 3 ഡയലോഗ്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഫർഹാദിൻ്റെ ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ പറ്റും. പിന്നെ പ്രകൃതി മേ ഹർ പ്രാണിക്ക് അപ്പിനി ജഗ ഹോത്തി ഹെ. പ്രകൃതിയിൽ എല്ലാ ജീവികൾക്കും അതിൻ്റേതായ ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ പ്രകൃതി സബ്കാ ഹർ ഹെ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ച് ജനറലായിട്ട് നിങ്ങൾക്ക് ഒരു ലഘു ലേഖ് തയ്യാർ കരയും എന്ന് പറഞ്ഞ് ടെക്സ്റ്റിൽ ക്വസ്റ്റ്യൻ ഉണ്ട്. അല്ലെങ്കിൽ ടിപ്പണി എഴുതാൻ ഒരു പക്ഷേ ചോദിക്കുക, അല്ലെങ്കിൽ പോസ്റ്റർ ആവാം. ഓക്കെ, അപ്പോൾ അതൊക്കെ പഠിച്ചു വയ്ക്കുവാണെങ്കിൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇനി നമ്മൾ അടുത്ത ഇതിലേക്ക് പോവുകയാണ്. ലാസ്റ്റ് ഫൂൽ എന്ന് പറയുന്ന കവിതയാണ് നമുക്ക് ലാസ്റ്റായിട്ട് പഠിക്കാനുള്ളത്. രാംദർശ് മിശ്രയാണ് ഇത് എഴുതിയത്. ഓക്കെ, ഫൂൽ ഡോക്ടർ രാംദർശ് മിശ്ര. അപ്പോൾ ഇതിനകത്ത് എന്താണ്? ആധുനിക് ജീവൻ കി കൃത്രിമത അല്ലെങ്കിൽ നക്ലീപൻ ദിഖാത്ത ഹെ. അതായത് കൃത്രിമമായിട്ടുള്ള വസ്തുക്കളുടെ പുറകെ പോകുന്ന ആധുനിക മനുഷ്യരുടെ ജീവിതമാണ് ഈ ഫൂൽ എന്ന് പറയുന്ന കവിതയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. യഹാം കവി അസ്ലി ഓർ നക്ലി ഫൂലോं की मदद से അല്ലെങ്കിൽ അന്തർ പ്രസ്തുത് കർണേക്ക പ്രയാസ് കിയാ ഹെ. അത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ് കവി ഇതിനകത്ത് ചിത്രീകരിച്ചിരിക്കുന്നത്. ഓക്കെ, और नकली चीज़ों के क्या क्या नुकसान होते हैं. ഇതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവുക അതും ഈ കവിതയിൽ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ കുറേ പോയിൻറ്റ്സ് ഇതിനകത്തുണ്ട്. അപ്പോൾ എന്താണ്, ആദ്യം കവി बाजार में प्लास्टिक के फूलों का देखा और देखने पर उन्हें अपने घर के असली फूलों का याद आया. അതായത് അദ്ദേഹം മാർക്കറ്റിൽ പോയപ്പോൾ അവിടെ നല്ല കളറിലിരിക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ പൂക്കൾ കണ്ടു. അപ്പോൾ അദ്ദേഹത്തിന് തൻ്റെ വീട്ടിലെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കൊഴിഞ്ഞു പോകുന്ന
ശരിക്കുമുള്ള പുഷ്പങ്ങളെക്കുറിച്ച് ഓർമ്മ വന്നു. അപ്പോൾ അദ്ദേഹം മാർക്കറ്റിൽ നിന്ന് കുറേ പ്ലാസ്റ്റിക്കിൻ്റെ പൂക്കൾ വാങ്ങിക്കൊണ്ട് വന്ന് വീട്ടിലെ റിയലായിട്ടുള്ള പുഷ്പങ്ങളെല്ലാം അല്ലെങ്കിൽ ചെടികളെല്ലാം വലിച്ചു പറിച്ച് കളഞ്ഞിട്ട് അവിടെ പ്ലാസ്റ്റിക്കിൻ്റെ പൂക്കൾ വെച്ചു. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ആധുനിക ജീവിതം അല്ലെങ്കിൽ നമ്മളുടെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി പ്രകൃതിയിൽ നിന്ന് അകന്നു പോകുന്ന ഒരു ജനങ്ങളെയാണ് ഇതിനകത്ത് കവി ചിത്രീകരിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ പൂക്കൾ കൊണ്ടുവന്നപ്പോൾ എന്താണ് സാരാ ഘർ ഏക് രസിൻ രംഗോമേ ഡൂബാരക, ആ വീട് മുഴുവനും ഒരേ കളറിൽ എല്ലാ ദിവസവും ഒരേപോലെ ഇരിക്കാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പം എന്താണ് ഏകദം നീരസ് പ്രകട് ഹോത്താഹെ, അല്ലെങ്കിൽ ഒരേപോലെ ഇരുന്ന് കഴിഞ്ഞാൽ എന്താണ് അതിനോട് പിന്നെ ഇൻട്രസ്റ്റ് തോന്നത്തില്ല, ഒരു മാറ്റവും ഇല്ലാതെ ഇരിക്കുമ്പോൾ. അതിന് ശേഷം പിന്നെ പറയുന്നത് എന്താണ് ഹവാവിനെ ഗന്ധ് ചാഹ്യം മധുമഖ്യം രസ് ചാഹ്യം. അപ്പം ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോഴും ഈ പ്ലാസ്റ്റിക്കിൻ്റെ പൂക്കളുടെ പോരായ്മയാണ് അവിടെ നമുക്ക് മനസ്സിലാവുന്നത്. അതിലെന്താണ് സ്മെല്ലില്ല, രസ് തേനില്ല, കോമൺ സ്പർശില്ല, പിന്നെ പൂജയ്ക്ക് ഉപയോഗിക്കില്ല, പിന്നെ മുടിയിൽ ചൂടാനായിട്ട് കൂടുതലായിട്ടും പ്ലാസ്റ്റിക്കിൻ്റെ പൂക്കൾ ഉപയോഗിക്കാറില്ല. പക്ഷെ ഇപ്പോൾ ഒക്കെ ഉണ്ട്. എന്നാലും അവസാനം കുട്ടികൾ പറയുകയാണ് മുझे ഫൂൽ ചാഹിയെ ഫൂലോं की पहचान के लिए, അതായത് പൂക്കൾ എന്തെന്നറിയാൻ വേണ്ടി ഞങ്ങൾക്ക് പൂ വേണമെന്ന് പറഞ്ഞപ്പോൾ കവി ചുപ്ന രസക. അപ്പോൾ കവിക്കൊന്നും മിണ്ടാതിരിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഉടൻ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ പൂക്കളെല്ലാം പിഴുതെറിഞ്ഞിട്ട് അവിടെ വീണ്ടും പുതിയ അല്ലെങ്കിൽ ശരിക്കുമുള്ള പുഷ്പങ്ങൾ വളരാൻ വേണ്ടി ചെടികൾ നട്ടുപിടിപ്പിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ പിന്നീട് അദ്ദേഹം അധ്വാനിക്കാൻ തുടങ്ങുന്നു. ഓക്കെ, അതിനെക്കുറിച്ചാണ് ഈ കവിതയിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് പ്ലാസ്റ്റിക്കിൻ്റെ പൂക്കളാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ അതിനെക്കുറിച്ച് മിട്ടി അല്ലെങ്കിൽ ഖാദ് വളം ഇതിൻ്റെ ഒന്നും തന്നെ ആവശ്യമില്ല, അല്ലെങ്കിൽ അതിന് കെയറിങ് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ശരിക്കുമുള്ള പുഷ്പങ്ങളാകുമ്പോൾ അതിന് നമ്മൾ പ്രോപ്പറായിട്ട് കെയർ കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ പോയിൻറ്റ്സ് നമുക്ക് ഈ ഒരു കവിതയിൽ നിന്ന് മനസ്സിലാവും. ഇതിൻ്റെ ആക്ടിവിറ്റീസിലേക്ക് വരുവാണെങ്കിൽ വിശേഷ ശൈലിയോക്കോ പഹചാനെ ഓർ ലിഖേ എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ കവിതാ കെ ആധാർ പർ പൂർത്തീകരണം, അതായത് പ്ലാസ്റ്റിക് ഉദ്യാൻ ഓർ അസ്ലി ഉദ്യാൻ കാ ഫറക് ക്യാ ഹെ എന്നതിനെക്കുറിച്ചുണ്ട്. പിന്നെ മനുഷ്യ അപ്പനി സുവിധാക്കയിൽ പ്രകൃതി സെ അലഗ് രഹത്തെ, മനുഷ്യ നമ്മുടെ കംഫർട്ടിന് വേണ്ടി പ്രകൃതിയിൽ നിന്ന് അകന്നു പോകുന്നു. കവിതാക്ക് ആധാർ പർ, കവിതേനെ വെച്ചുകൊണ്ട് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് അത് എഴുതുക. ഒരു വിശ്ലേഷണാത്മക ടിപ്പണി ലിഖേ എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ഏകദേശം സംഭവങ്ങളൊക്കെയാണ് ഈ ഓണം എക്സാമിന് വേണ്ടി നിങ്ങൾക്ക് പഠിക്കേണ്ടത്. അപ്പോൾ ഒരു മെയിൻ കുറേ ക്വസ്റ്റ്യൻസ് പറഞ്ഞു. പിന്നെ എന്താണ് പുറത്തുനിന്നായാലും അല്ലെങ്കിൽ ഔട്ട്സൈഡ് ക്വസ്റ്റ്യൻസ്, അതായത് ഒരു പാരഗ്രാഫ് വന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. അപ്പോൾ നിങ്ങൾ ഈ പാഠം പഠിക്കുവാണെങ്കിൽ ഇത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അതിന് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, പാഠഭാഗം നന്നായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പാർട്സൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ ഭാഗങ്ങളായിരിക്കും നിങ്ങൾക്ക് തരിക എക്സാമിനൊക്കെ. അപ്പോൾ പാഠഭാഗങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കുക. അതിലൂടെ നമുക്ക് നല്ലൊരു സ്കോർ സ്വന്തമാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനിയും വരുന്ന ടോപ്പിക്കുകളൊക്കെ നമ്മൾ വീഡിയോ ചെയ്യും. സോ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ്. തബ് തക് കെ ലിയെ ഓക്കെ, ബൈ.